പ്രസാദ് അറസ്റ്റ് ചെയ്തു, ജയിലിനകത്താക്കി. വല്ലതും സംഭവിച്ചോ ഈ രാജ്യത്ത്? ബീഹാർ വല്ലതും സംഭവിച്ചോ? യു പിയിൽ വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അതാണ് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ്. നിലപാടുകൾ എടുത്താൽ നിലപാടുകൾ നടപ്പിലാക്കാൻ തയ്യാറുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ കേന്ദ്രമന്ത്രിസഭ തകരേണ്ട സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്കുള്ള മന്ത്രിസഭയുടെ പിന്തുണ BJP പിൻവലിച്ചു. BJP ഞങ്ങളുടെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചതിനു ശേഷം അവിശ്വാസ പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തപ്പോ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തേണ്ടതല്ലേ കോൺഗ്രസും CPM CPI അടക്കമുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ? കാരണം ഇന്ന് ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരുപാട് സമരം നടത്തുന്നുണ്ടല്ലോ പലരും. ഇറാഖിലെ സദാം ഹുസൈന്റെ ഫോട്ടോ വെച്ച് പല സമ്മേളനങ്ങളും നടത്തുന്നുണ്ടല്ലോ. അവരോട് ഞാൻ ചോദിക്കുന്നത്, ബാബറി മസ്ജിദ് സംരക്ഷിച്ചതിന്റെ പേരിൽ LK അദ്വാനി അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ ഒരു സെക്യുലറിസം, മതനിരപേക്ഷത, ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗവൺമെന്റ് തയ്യാറായെങ്കിൽ, ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ BJP തയ്യാറായെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെ നിലനിർത്താനുള്ള ബാധ്യത മതനിരപേക്ഷത പറയുന്ന ഇന്ന് ന്യൂനപക്ഷത്തിന് വേണ്ടി വാദോരാതെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളെ പിന്തുണച്ചോ? ഞങ്ങൾക്കെതിരായിട്ടാണ് അവരൊക്കെ വോട്ട് ചെയ്തത്. പിന്നെ അവരൊക്കെ ഇപ്പം ന്യൂനപക്ഷ അനുകൂല നിലപാടുകൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? വോട്ടുകളാണ്. സദാം ഹുസൈന് വേണ്ടി ഫോട്ടോ വെക്കുമ്പോൾ ഒരു കാര്യം വിസ്മരിക്കുന്നു. സദാം ഹുസൈനെ തൂക്കിക്കൊന്നു കഴിഞ്ഞപ്പോ ഇറാഖ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുട്ടായി വിതരണം നടത്തുകയായിരുന്നു. അതെന്തറിയോ? ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇറാഖിൽ സാമാന്യയുടെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ഇറാഖ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സദാം ഹുസൈനെ തൂക്കിക്കൊന്നു കഴിഞ്ഞപ്പോ ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുട്ടായി വിതരണം നടത്തി. ഞാൻ കുറ്റം പറയുകയല്ല, ഇതൊക്കെ രാഷ്ട്രീയ വോട്ടുകൾക്ക് വേണ്ടിയുള്ള നിലപാടുകൾ മാത്രമാണ്. 20-ാം പാർട്ടി കോൺഗ്രസ് വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചല്ലേ വോട്ട് പിടിക്കുക? എങ്ങനെ മതപരമായ ചടങ്ങുകളിലേക്ക് ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ മാറ്റാനായിട്ട് സാധിക്കും? എന്തുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ, വർഗസമരത്തിന്റെ തീച്ചൂളയിൽ കാച്ചിയെടുത്തൊരു പാർട്ടിയാണിത്. ഈ രാജ്യത്തെ മുതലാളിത്തത്തിനും ഫ്യൂഡലിസത്തിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ വളരെ മുൻപന്തിലുള്ള പാർട്ടിയാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. കേരളത്തിന്റെ സാമൂഹ്യ വിപ്ലവത്തിൽ ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയുമൊക്കെ ഉഴുതുമറിച്ചിട്ടിരുന്ന മണ്ണിൽ വിപ്ലവത്തിന്റെയും പുരോഗതിയുടെയും മണ്ണിട്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയുമാണ്. പാല് നശിച്ചാൽ അല്ലെങ്കിൽ പാല് ചീഞ്ഞാൽ വളരെ ദുർഗന്ധമായിരിക്കും. നല്ല സാധനങ്ങൾ ചീഞ്ഞു പോയെങ്കിൽ ദുർഗന്ധം കൂടുതലായിരിക്കും. പട്ടി ചത്താലുള്ളതിനേക്കാൾ വളരെ മനുഷ്യൻ ചത്ത് അടിയുമ്പോഴാണ്. കാരണം നല്ലതിനാണ് കൂടുതൽ ദുർഗന്ധം വരുന്നത് ക്ഷയിച്ചു പോയാൽ. അതുകൊണ്ട് നല്ലത് നശിക്കാൻ പാടില്ല. കേരളത്തിൽ ഇതൊക്കെ നിലനിൽക്കേണ്ട പ്രസ്ഥാനങ്ങളാണ്. ഇല്ലെങ്കിൽ കേരളത്തിൽ വർഗീയത വളരും. ഇന്ന് മനുഷ്യനെല്ലാം ജാതികളുടെയും മതത്തിന്റെ പേരിൽ മുമ്പോട്ട് വരികയാണ്. ഇവിടെ ഇന്ന് ഓരോരുത്തരുടെ ജാതി ചിഹ്നങ്ങൾ അണിയുന്നതിൽ നിർലജ്ജമായി ചെറുപ്പക്കാർ പോലും മുൻപന്തി നിൽക്കുമ്പോ ഞങ്ങളെ പോലുള്ള ആളുകൾ ദുഃഖത്തോടുകൂടിയാണ് കാണുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ആളുകൾ, ഡോക്ടറേറ്റിന് പഠിക്കുന്ന ആളുകൾ, വലിയ ഡോക്ടർമാർ, ഇവരൊക്കെ അവരവരുടെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ ചിഹ്നം അണിഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുമ്പോ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് തകർച്ചയാണ്, കൂട്ടമാണ് നടക്കുന്നുള്ളൊരു ബോധം ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും തയ്യാറാവണം. നമ്മൾ ശക്തമായ നിലപാടുകൾ എടുത്തില്ലെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികൾ 10 വോട്ടിന് വേണ്ടി നിലപാടുകൾക്ക് മാറ്റം ഉണ്ടാക്കിയാൽ, സെക്യുലറിസത്തിൽ മതനിരപേക്ഷതയ്ക്ക് വെള്ളം ചേർത്താൽ ഇവിടെ തകരാൻ പോകുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഫോടനാത്മകമായ അവസ്ഥയ്ക്ക്